ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് എങ്ങനെ ഈസി ആയിട്ട് പി സി സെറ്റപ്പിൽ സ്ട്രീം ചെയ്യാം. ഇവനിപ്പോൾ ഏത് ഗെയിമാണെങ്കിൽ പോലും നമ്മൾക്കിപ്പം മിറർ ചെയ്ത് സ്ട്രീം ചെയ്യുമ്പം പല പല ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാതെ എങ്ങനെയാണ് നമ്മൾ പി സി സെറ്റപ്പിൽ പി സി യൂസ് ചെയ്തിട്ട് എങ്ങനെ മിറർ ചെയ്ത് ഈസി ആയിട്ട് സ്ട്രീം ചെയ്യാം എന്നുള്ളൊരു വീഡിയോയിലേക്കാണ് ഗൈസ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിനായിട്ട് വേണ്ടത് രണ്ട് സോഫ്റ്റ്വെയർസാണ്. ഒന്ന് വേണ്ടത് OBS സ്റ്റുഡിയോ എന്ന സോഫ്റ്റ്വെയറും ഒന്ന് ഡുവാനും. ഡുവാൻ യൂസ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മിറർ ചെയ്യാനായിട്ട്. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഡിവൈസ് ഏതാണോ, ഐഫോൺ ആണെങ്കിൽ ഐഫോൺ, ആൻഡ്രോയിഡ് ആണെങ്കിൽ ആൻഡ്രോയിഡ്, ഇത് മിറർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഡുവാൻ. OBS സ്റ്റുഡിയോയ്ക്ക് അതാണ് നമ്മൾ OBS സ്ട്രീമിംഗ് സെറ്റപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്കിപ്പം എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കി ഗൂഗിളിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഡുവാൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡുവാൻ്റെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം വരും, ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഇതിൻ്റെ ഏത് വെർഷനാണ് നിങ്ങൾക്ക് വേണ്ടത് അത് ഡൗൺലോഡ് ചെയ്യുക. അത് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ അത് ഓപ്പൺ ആയി കഴിയുമ്പോൾ ഡുവാൻ ഇങ്ങനെ ഒരു സാധനം വരും. ഇതെന്താണെന്ന് വെച്ചാൽ ഈ മെയിൽ ഐ ഡി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലോഗിൻ ചെയ്തേക്കുന്നത്. ഈ മെയിൽ ഐ ഡിയിൽ ഡുവാനിലെ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് പെർ ഇയർ 1000 റുപ്പീസ് പ്ലാനാണുള്ളത്. അപ്പോൾ ഒറ്റ വർഷത്തിൽ തന്നെ ഒരു 1000 റുപ്പീസ് പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ സിംഗിൾ ഓണർക്ക് ഒറ്റ വട്ടവും, അല്ലാതെ ഇപ്പം ലോഗൗട്ട് ആയി കഴിഞ്ഞാൽ വേറെ ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ OBS സ്റ്റുഡിയോ ആണ്. OBS സ്റ്റുഡിയോയിലേക്ക് പോയി കഴിഞ്ഞാൽ OBS സ്റ്റുഡിയോ ഇങ്ങനെ വരും. ഇപ്പോൾ ഓൾറെഡി ഞാൻ OBS സ്റ്റുഡിയോ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്, എല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ OBS സ്റ്റുഡിയോയുടെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് തന്നെ ഇടാം. നെക്സ്റ്റ് OBS സ്റ്റുഡിയോയിൽ എങ്ങനെയാണ് നിങ്ങൾ OBSൽ സ്ട്രീം ചെയ്യേണ്ട സെറ്റപ്പ് വരുത്തേണ്ടത് എന്നൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇതിലിപ്പം നമുക്ക് നോക്കാം, സീനിനകത്താണ് നമ്മളെല്ലാ സീനും വരുന്നത്. വിൻഡോ ക്യാപ്ചറിൽ വരുത്തിട്ട് നമുക്ക് ഏതാ ഡുവാൻ ഇതിനകത്ത് ഓൾറെഡി ഉണ്ട്. ഇപ്പോൾ ഞാൻ ഐപാഡ് വെച്ചിട്ടാണ് സ്ട്രീം ചെയ്യുന്നത്. അപ്പോൾ ഐപാഡിൻ്റെ മിറർ ചെയ്യാനായിട്ട് അതിനകത്ത് സാധിക്കും. അപ്പോൾ സ്റ്റാർട്ടിങ് വീഡിയോ വരുമ്പോൾ സ്റ്റാർട്ടിങ് ഇങ്ങനെ വരും, ബ്രേക്ക് വരുമ്പോൾ ബ്രേക്ക് ഇങ്ങനെ വരും, എൻഡിങ് ആണ് കൊടുക്കുന്നത്, എൻഡിങ് ഇങ്ങനെ വരും. അപ്പോൾ ഓക്കെ, സീനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് ടു ദ വീഡിയോ. അപ്പം നമുക്ക് എങ്ങനെ നമ്മുടെ ഇത് കണക്ട് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ എടുത്തേക്കുന്നത് എൻ്റെ ഐപാഡാണ്. അപ്പോൾ ഓൾറെഡി ഡുവാൻ നമ്മൾ ഓപ്പൺ ആക്കി വെച്ചേക്കാണ്. അപ്പോൾ ഐപാഡ് ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐപാഡ് ഇപ്പോൾ നമ്മൾ ഇതിൽ കണക്ട് ചെയ്യുന്നു. ഐപാഡ് നോർമലായിട്ട് തന്നെ ഇതിൽ പ്ലഗ് ഇൻ ചെയ്യാനായിട്ട് തന്നെ നമ്മുടെ ഇതിലേക്ക് ഒരു USB-C ആണ് വരുന്നത്. USB-C കണക്ടർ ഉണ്ടെങ്കിൽ, സ്പ്ലിറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്പ്ലിറ്റർ യൂസ് ചെയ്തിട്ട് നോർമലായിട്ട് USB പോർട്ടിലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പം ഐപാഡ് ഇതിൽ കണക്ട് ചെയ്ത് കഴിയുമ്പം ഐപാഡ് ഓൾറെഡി ഡുവാനിലേക്ക് സ്ക്രീൻ മിറർ ആവും. നമ്മൾ വേറെ ഒരു ഓപ്ഷനിലും പിന്നെ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി സ്ക്രീൻ മിറർ ആവുന്നതാകും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്കിപ്പോൾ കാണണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഐപാഡ് നിങ്ങൾക്ക് ഇതിൽ കാണണം. ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ വിൻഡോ ക്യാപ്ചറിൽ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ അത് നിങ്ങൾക്ക് വേറൊരു വീഡിയോയിലേക്ക് പറഞ്ഞുതരാം. ഇപ്പം ഓക്കെ ഓൾറെഡി ഐപാഡിൻ്റെ വ്യൂ ഇതിൽ വന്നു കഴിഞ്ഞു. ഐപാഡ് അതായത് ഞാൻ ഇതിൽ എങ്ങനെയാണോ വെക്കുന്നത് അതുപോലെ തന്നെ കിട്ടും. ഇപ്പോൾ ഇതിൽ സ്ലൈഡ് ചെയ്യുന്നത് കണ്ടോ, അതായത് ഡിലേ കാര്യങ്ങളോ ഒന്നുമില്ല, അതുപോലെ ഫാസ്റ്റായിട്ട് തന്നെ കിട്ടും. അതുപോലെ തന്നെ സൗണ്ട് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഈ മൈക്കില്ലേ, ഈ ഹെഡ്ഫോൺ ഹൈപ്പർച്ചിൻ്റെ ഹെഡ്ഫോണാണ് യൂസ് ചെയ്യുന്നത്. ഹെഡ്ഫോൺ നമ്മുടെ സിസ്റ്റത്തിൽ കണക്ട് ചെയ്യാം. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ സൗണ്ട്, ഐപാഡിലെ സൗണ്ട് ഡയറക്റ്റ്ലി വിൻഡോസിലേക്ക് പോകും. വിൻഡോസിൽ നിന്നാണ് പിന്നെ നമ്മൾ ഔട്ട്പുട്ട് ആയിട്ട് എടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിപ്പം ബ്ലൂടൂത്ത് ആണെങ്കിൽ പോലും ഇപ്പം വിൻഡോസിലെ ബ്ലൂടൂത്തിലേക്ക് കണക്ട് ചെയ്യണം, കാരണം ഇതിൽ പിന്നെ സൗണ്ട് ഇല്ല. ഈ ഒരു കേബിൾ വഴി സൗണ്ട് പ്ലസ് വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് സ്ക്രീനിലേക്ക് പോകുന്നത്, നമ്മുടെ ഔട്ട്പുട്ടിലേക്ക്, ലാപ്ടോപ്പിലേക്ക്. ഇപ്പോൾ ലാപ്ടോപ്പ് യൂസ് ചെയ്തിട്ടാണ് സ്ട്രീം ചെയ്യുന്നത്. PC ആണെങ്കിൽ PC യൂസ് ചെയ്യാം. അപ്പോൾ PC-യിലേക്ക് അങ്ങനെ പോകും. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ പിന്നെ PC-യിലാണ് നമ്മൾ പിന്നെ നമ്മുടെ ഹെഡ്ഫോൺ കുത്തേണ്ടത്. അപ്പോൾ അതിൽ നിന്നൊരു ഔട്ട്പുട്ട് തിരിച്ച് സൗണ്ട് ഇതിലേക്ക് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ PUBG ആണ് സ്ട്രീം ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ PUBG നമ്മൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ PUBG ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് PUBG-യുടെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം വരും. കാരണം ഇപ്പോൾ ഓൾറെഡി ഞാനിവിടെ എൻ്റെ ഒരു ഓവർലേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓവർലേ കൊടുക്കുമ്പോൾ ഓവർലേ ഇതിനകത്ത് ഞാൻ ഹൈഡ് ചെയ്യുന്നതാണ് ഓൾറെഡി ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഓവർലേ ഞാനിപ്പം ഇതിനകത്ത് ഓൺ ആക്കുന്നു. അപ്പോൾ എൻ്റെ ഓവർലേ ഇതിനകത്ത് വന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ PUBG കണ്ടോ ഇതിനകത്ത് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് PUBG. പിന്നെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ OBSൻ്റെ സെറ്റിങ്സിൽ പോവുക. OBSൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് നമുക്കിതിൽ സ്ട്രീം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ഈ സ്ട്രീം എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ യൂസ് സ്ട്രീം കീ എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അതുപോലെ തന്നെ സർവീസസ് നമ്മൾ യൂട്യൂബ് RTMPS എന്നുള്ള ഓപ്ഷനിലേക്ക് എനേബിൾ ചെയ്തിടുക. ഇവിടെ കുറേ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, നമുക്ക് ഏതിലാണ് സ്ട്രീം ചെയ്യേണ്ടത് അതാണ്. നമ്മളിപ്പോൾ യൂട്യൂബിലാണ് സ്ട്രീം ചെയ്യാനായിട്ട് നോക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബ് ഇതിൽ എനേബിൾ ചെയ്തിടുക. അതുപോലെ യൂസ് സ്ട്രീം കീ എന്നുള്ള ഓപ്ഷൻ കാണും. ഇത് നമ്മുടെ സ്ട്രീം കീ, അതായത് സ്ട്രീം കീ എങ്ങനെയാണ് നമുക്ക് അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിളിൽ പോവുക, യൂട്യൂബ് സ്റ്റുഡിയോ എടുക്കുക. യൂട്യൂബ് സ്റ്റുഡിയോ എടുത്തിട്ട് ഗോ ലൈവ് എന്നുള്ള ഓപ്ഷൻ കാണും. ഗോ ലൈവിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാണെങ്കിൽ ഇപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോ നമ്മൾ ഓൾറെഡി എടുത്തു. യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഇവിടെ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ക്രിയേറ്റിൽ ഞെക്കി കഴിയുമ്പോൾ നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ ഗോ ലൈവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഗോ ലൈവിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ യൂട്യൂബിൽ സ്ട്രീം URL ആൻഡ് സ്ട്രീം
കീ എന്നുള്ള ഓപ്ഷൻ കാണും. ഈ സ്ട്രീം കീ ഇവിടുന്ന് കോപ്പി ചെയ്യുക, എന്നിട്ട് സ്ട്രീം കീ ഇവിടെ പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് അപ്ലൈ ആൻഡ് ഓക്കെ കൊടുക്കുക. എപ്പോഴും നിങ്ങൾ അപ്ലൈ ആൻഡ് ഓക്കെ കൊടുത്താൽ മാത്രമേ അത് അവിടെ ഫംഗ്ഷൻ എനേബിൾ ആവത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ അപ്പോൾ യൂട്യൂബിൽ എന്നിട്ട് നമ്മൾ വീണ്ടും OBSൽ വന്നിട്ട് ഇതിൽ സ്റ്റാർട്ട് സ്ട്രീമിംഗ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ സ്റ്റാർട്ട് സ്ട്രീമിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ സ്ട്രീം ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആവുന്നതാണ്. കാരണം ഇവിടെ എഴുതി വരുന്നുണ്ട് കണക്ട് സ്ട്രീമിംഗ് സോഫ്റ്റ്വെയർ ടു ഗോ ലൈവ്. അപ്പോൾ നമ്മുടെ സ്ട്രീമിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ OBS ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ സ്റ്റാർട്ട് സ്ട്രീമിംഗ് കൊടുക്കുന്നു. അപ്പോൾ ടെസ്റ്റായിട്ട് നിങ്ങൾ കാണിച്ചു തരാനാണെങ്കിൽ നമുക്കിത് സ്റ്റാർട്ട് സ്ട്രീമിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്നിട്ട് ഇപ്പോൾ നമ്മുടെ ലൈവ് ഇപ്പോൾ ആക്റ്റീവാണ്. ഇപ്പോൾ നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നിങ്ങൾക്ക് ചാറ്റ് കാണണമെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ചാറ്റ് കാണാം. ഇപ്പോൾ എൻഡ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ എൻഡും ചെയ്യാം. പിന്നെ വീണ്ടും നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് സ്റ്റോപ്പ് സ്ട്രീമിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രീം അവിടെ എൻഡ് ആവുന്നതായിരിക്കും. അപ്പം ഗൈസ്, ഇത് ഇത്രയും വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതാണ് ഈസി ആയിട്ട് നമ്മൾ എങ്ങനെ നമുക്ക് സ്ട്രീം ചെയ്യാം എന്നുള്ളൊരു സെറ്റപ്പാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് OBSൻ്റെ എങ്ങനെയാണ് OBSൻ്റെ ലേ ഓവറും കാര്യങ്ങളും ഓവർലേയും ഈ സ്റ്റാർട്ടിങ്ങും സീൻസും എല്ലാം ആഡ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യേണ്ടത്, വിൻഡോ ക്യാപ്ചർ എങ്ങനെ, വീഡിയോ എങ്ങനെ ആഡ് ചെയ്യേണ്ടത് എല്ലാം ഉള്ളൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് കമൻറ്റിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണമെന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് പുതിയൊരു വീഡിയോ ആയിട്ട് തന്നെ ഇടുന്നതായിരിക്കും. അപ്പം ഗൈസ്, എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും ഫസ്റ്റ് വീഡിയോ ആണ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ അടിച്ചു പൊട്ടിക്കുക. അപ്പം ഗൈസ്, ബൈ ബൈ, സീ യു നെക്സ്റ്റ് ടൈം.